ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഏതെങ്കിലും ചില നേതാക്കളുടെ അഭിപ്രായങ്ങളെ അധികരിച്ചിട്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എന്തെങ്കിലും കമന്റുകളെ ആസ്പദമാക്കിയിട്ടോ വിലയിരുത്തരുത്. കാരണം കേരളത്തിലെ ജനങ്ങളും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരും ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അതിന്റെ ഉദാഹരണങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കാണിച്ചു കൊടുത്താൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ വിഷയം എന്താ വെച്ചാൽ ഈ സൈബർ സെല്ലിനെ കുറിച്ചുള്ളതാണ്. ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസും അതുപോലെ ശ്രീകുമാറും ജേക്കബ് ജോർജും ഒക്കെ കോൺഗ്രസിലെ നേതൃനിരയെ കുറിച്ചുള്ള ഒരു അവരുടെ ഒരു കഴിവില്ലായ്മയെ കുറിച്ചോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കൂ, കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്. എങ്ങനെ പ്രതിസന്ധി എന്നറിയാമോ? കാരണം അവർ വലിയ മുന്നേറ്റം നടത്തുകയാണ്. ആ മുന്നേറ്റത്തിൽ അവരെ തടയിടാനായിട്ട് ഒരു വിഭാഗത്തിലെ സൈബർ സെല്ല്, അതായത് കോൺഗ്രസിന്റെ സൈബർ സെല്ലല്ല, കോൺഗ്രസിനെ വിമർശിക്കുന്ന സൈബർ സെല്ലും അതുപോലെ CPM-ഉം അതുപോലെ BJP ഒന്നിച്ച് പരിശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രതിസന്ധി കോൺഗ്രസിൽ അവർ ഉണ്ടാക്കുകയാണ്. അവർ AI പോലെ പ്രത്യേകം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ പ്രതിസന്ധി കോൺഗ്രസിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നേതാക്കൾ വരുമ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് എന്തായാലും പ്രതികരിക്കേണ്ടി വരുമല്ലോ, അപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരം ശരിയായിരിക്കും, പക്ഷെ ആ ഉത്തരം പർവ്വതീകരിച്ച് വ്യാഖ്യാനിച്ച് വികൃതമാക്കുക. അതായത് അതിന് ഉദാഹരണമാണ് അഭിലാഷ് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ പ്രേരക ചോദ്യം. അതായത് മുൻ KPCC പ്രസിഡന്റ് K. സുധാകരനോട് ഒരു കോൺഗ്രസ് വിമർശിക്കുന്ന ഒരു പത്രലേഖകനായിരിക്കും ഒരു വാർത്താലേഖകനായിരിക്കും എന്താണ് ചോദിച്ചത്? മുഖ്യമന്ത്രിയുടെ കൂടെ സദ്യ ഉണ്ട്, ശരിയായോ? ഈ ഇടിയുടെ ഒക്കെ വീഡിയോ പുറത്തു വന്നപ്പോൾ അദ്ദേഹം അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ തന്നെ ഓണത്തിന് മുഖ്യമന്ത്രി സദ്യ ഉണ്ടാകാൻ വിളിച്ചത് VD സതീശനെ അല്ല, പ്രതിപക്ഷ നേതാവിനെയാണ്, അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവിനെയാണ്. അല്ല, അതിലൊരു അപാകവുമില്ല ശ്രീകുമാർ. അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി സദ്യക്ക് വിളിക്കുന്നതിലും അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നതിലും ഒരു അപാകമില്ല. പക്ഷേ താങ്കൾ ഉന്നയിച്ച ഈ കാര്യമുണ്ടല്ലോ, എനിക്ക് തോന്നിയത് K. സുധാകരൻ ആ ചോദ്യം വെയിറ്റ് ചെയ്തിരുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഉത്തരം പറയാൻ ചോദിച്ചൊരു ചോദ്യം പോലെ. അപ്പൊ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ പരസ്പരം കുത്താൻ വേണ്ടി കത്തിയെടുത്തിട്ട് നടക്കണോ എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പ്രതിസന്ധി എന്നുള്ള വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചതാ. കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലാണ് എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്. കാരണം എന്താ വെച്ചാൽ ഈ പ്രതിസന്ധി കോൺഗ്രസിൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ പുറമേ ഉള്ളവര് കോൺഗ്രസിലില്ല. അപ്പൊ സുധാകരനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞേ? ഞാനാണെങ്കിൽ പോവില്ല എന്ന് പറയുന്നത് കണ്ണൂരിലത്തെ CPM-ന്റെ കണ്ണിലെ കരടായ പിണറായി വിജയന്റെ കണ്ണിലെ കരടായ K. സുധാകരനാണ്. അതാലോചിക്കുക ആദ്യം. K. സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മുഖമുദ്ര അടിമുടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, അടിമുടി ഈ ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായ പോരാട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ വേറൊരു ഉപചോദ്യം ചോദിച്ചു. അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. പക്ഷെ അത് എന്ത് ചെയ്തു? ഞാനാണെ പോവില്ല എന്നുള്ളത് മാറ്റിയിട്ട് VD സതീശ മുഖ്യമന്ത്രിയുടെ കൂടെ ഊണ് കഴിക്കാൻ പോയത് ശരിയായില്ല എന്നുള്ള രീതിയിൽ വ്യാഖ്യാനം വന്നു. ആയിക്കോട്ടെ, രാഷ്ട്രീയമാണല്ലോ, നടക്കട്ടെ, അതങ്ങനെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം. സോഷ്യൽ മീഡിയയിൽ എന്താ പ്രശ്നം? VT ബൽറാമിനെ സോഷ്യൽ മീഡിയയുടെ ചുമതല ഇപ്പോൾ ഇല്ല. സത്യത്തില് 3 മാസം മുമ്പ്, അതായത് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയ സമയത്ത് VT ബൽറാം അദ്ദേഹത്തോട് പറഞ്ഞു, KPCCയുടെ ഈ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കണം, ഞാനാണ് ഇപ്പോൾ ഇതിന്റെ ചുമതല, ഞാനത് ഒഴിയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുതിയ ആളുകൾ വരുന്നത് വരെ ചുമതല അവിടെ നിൽക്കട്ടെ. പക്ഷെ VT ബൽറാം എന്താ വെച്ചാൽ സജീവമായില്ല. അതിനുശേഷം കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആശയങ്ങൾ പരസ്പരം കൈമാറുന്ന സ്വഭാവമുണ്ട്. ഇങ്ങനെ ആശയങ്ങൾ പരസ്പരം കൈമാറിയപ്പോൾ ഒരു ഘട്ടത്തിൽ KPCCയുടെ മുദ്രാവാക്യങ്ങൾ AICC ഏറ്റെടുത്തു. AICC KPCC ഉയർത്തിയ സോഷ്യൽ മീഡിയ മുദ്രാവാക്യം AICC ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തപ്പോൾ AICCയുടെ രാഷ്ട്രീയ ആ ഒരു ചിന്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത ആരോ എന്ത് ചെയ്തു? ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടു. അത് ഇട്ടപ്പോൾ തന്നെ തെറ്റാണെന്ന് തോന്നി, അപ്പോൾ തന്നെ പിൻവലിച്ചു. അതിനുശേഷം KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, VT ബൽറാമിനെ മാറ്റി വെച്ചാൽ അദ്ദേഹം പറഞ്ഞു മാറ്റില്ല. പക്ഷെ പ്രശ്നം എന്താണെന്നത്, VT ബൽറാമിനെ മാറ്റും, VT ബൽറാം തെറിക്കും, VT ബൽറാം ഔട്ടാവും എന്ന രീതിയിൽ വ്യാഖ്യാനം കൊണ്ടുവന്നു. പച്ചക്കള്ളമാണെന്ന് എനിക്കറിയാം, അത് കൃത്യമായിട്ട്. മാത്രമല്ല, ഞാനിത് 8 ദിവസം മുമ്പ് ഒരു ചാനൽ ചർച്ച ഞാൻ പറഞ്ഞു, ഈ ഉമാ തോമസിനെതിരായ ഒരു സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയുടെ തലപ്പത്ത് ഇപ്പൊ VT ബൽറാം ഇല്ല.
ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ശ്രീകുമാർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ശരി, VT ബൽറാം ഇല്ല, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വ്യക്തമാണ് അദ്ദേഹം ആലങ്കാരികമായ സ്ഥാനത്തുണ്ടെങ്കിലും അതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണല്ലോ എഴുതുത്തു. പക്ഷേ കോൺഗ്രസ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ സ്വന്തം നേതാക്കളെ ഇങ്ങനെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവും? ഇന്നലെ VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. അതിന് പിന്നാലെ എന്തെല്ലാം മോശം വർത്തമാനങ്ങളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് ചൊരിയുന്നത്. ആര്? സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകർ. അപ്പൊ ഇതിനൊരു കൺട്രോൾ വേണ്ടേ? ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? ഇത് ജനങ്ങൾ കാണുകയല്ലേ? നോക്കൂ, സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകരല്ലത്. കോൺഗ്രസ് കേരള അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വരിക. കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ആ പ്രവർത്തകന്റെ പേരുണ്ടാകും. ഒരു കോൺഗ്രസ് പ്രവർത്തകരും അങ്ങനെ ചെയ്യില്ല. എന്താ കാരണം അറിയാമോ? ഇത് കോൺഗ്രസ് അധികാരത്തിലേക്കുള്ള വഴിയിലേക്ക് നടന്നെടുക്കുക. ഇന്ന് നോക്കൂ അഭിലാഷ്, ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കൂ. കേരളത്തിലെ കോൺഗ്രസിന് UDFനും എന്ന ഒരു അക്രമാത്വം വന്നു സമൂഹത്തില്. എല്ലാ കാര്യത്തിലും ഒരു മുൻപന്തിയിലാണ്. അതുകൊണ്ടല്ലേ നോക്കൂ, നിങ്ങളുടെ കാര്യം ആലോചിച്ചോ. നമ്മുടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒരു വിഷയത്തിൽ, അതായത് ഈ മർദ്ദനം, പോലീസ് മർദ്ദനം, പ്രതികരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ മുന്നേറ്റം കൊണ്ടാണ് അഭിലാഷേ. അത് മനസ്സിലാക്ക്. ആ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെ പേരിൽ VD സതീശനെ അതിനെതിരെയും രമേശിനെതിരെയൊക്കെ വരും. ആരാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ പതുക്കെ മനസ്സിലാവും. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായ പാർട്ടി CPM കേരളത്തിൽ. ദേശീയ തലത്തിൽ BJP ആയിരുന്നു. കോൺഗ്രസ് ഈ രംഗത്ത് വന്നിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. സജീവമായിട്ട് 3-4 വർഷമേ ആയിട്ടുള്ളൂ. ഈ അടുത്ത കാലത്താണെങ്കിൽ അത്ര സജീവവുമല്ല. പക്ഷേ അതിനിടയ്ക്കാണ് ഇങ്ങനത്തെ ഈ വിഷയങ്ങൾ വരുന്നത്. അതായത് കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ എന്ന പേരിലുള്ള അതിക്രമങ്ങൾ. അത് കണ്ടിട്ടാണ് ഉമാ തോമസ് പറഞ്ഞത് എനിക്കതിന് വലിയ കുഴപ്പമില്ലെന്ന്. അന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങൾ വന്നപ്പോൾ അത് ചർച്ചയായില്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവും അതിനെതിരെ രംഗത്ത് വന്നില്ലല്ലോ. കാരണം അവർക്കറിയാം അത് കോൺഗ്രസ്സുകാരല്ലെന്ന്. ഇത് ഞാൻ പറയാൻ കാരണം CPM ഒരു ഘട്ടത്തിൽ ഒരു 1-2 വർഷം മുമ്പ് അവരവരുടെ സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞു. ഈ പോരാളി ഷാജു എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ അന്ന് ജയരാജന്മാരാണ് പറഞ്ഞത്. തള്ളിപ്പറഞ്ഞു. എന്താ കാരണം? അവർക്കത് വിനയായി. ഇതിപ്പോ കോൺഗ്രസിന് വിനയാവുമോ എന്നുള്ളതാണ്. ഇത് കോൺഗ്രസ്സുകാരാണെന്ന് നമുക്ക് സ്ഥാപിക്കാനൊന്നും പറ്റില്ല. എന്തായാലും സോഷ്യൽ മീഡിയ യൂസർമാരാണ്.